ഇപ്പോൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് ഓർത്തെടുക്കും, ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ളൊരു സഹോദര ബന്ധമാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം, അങ്ങ് ആ ഓർമ്മകൾ, പഴയ ഓർമ്മകളെല്ലാം അങ്ങ് എങ്ങനെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്? തീർച്ചയായിട്ടും ഈ വളരെ ദൂരത്തിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ ജേട്ടൻ്റെ അന്ത്യദൃശ്യങ്ങൾ കാണുന്നു. മനസ്സുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്നു, അദ്ദേഹത്തെ ആദരിക്കുന്നു. എനിക്ക് ജേട്ടൻ പറഞ്ഞ പോലെ 67 അല്ലെങ്കിൽ അതിനു മുമ്പാണല്ലോ. എനിക്ക് ടൈം കൃത്യമായിട്ട് ഓർമ്മയില്ല. ഈ കളിത്തോഴനൊക്കെ അദ്ദേഹം പാടുന്നത് ഏത് കൊല്ലാന്ന് ഓർമ്മയില്ല എനിക്ക്. അന്ന് അത് ഏകദേശം അദ്ദേഹത്തിൻ്റെ പ്രായം തന്നെ എനിക്കും ഒരു 5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അത്രയും എൻ്റെ പാട്ട് പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് പാടാൻ പറ്റുന്ന ഒരു ശബ്ദവും ഒരു സമ്പ്രദായവുമായിരുന്നു ജയേട്ടൻ. ഞാൻ ഏറ്റവും കൂടുതൽ ദാസേട്ടൻ അന്ന് പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ സാധാരണ പാടി നടക്കുന്ന പാട്ടുകളെല്ലാം ജയേട്ടൻ്റെ പാട്ടുകളാണ്. അന്ന് പിന്നീട് എനിക്ക് ഓർമ്മയുണ്ട്, ഏകാന്തപഥികൻ ഞാൻ ജയേട്ടൻ ഇങ്ങനെ പാടുമ്പം ഞാനും ആ പാട്ടിൻ്റെ കൂടെ രാഘവമാഷ്ട ട്യൂണ് ഉമ്മാച്ചുവിലെ ആ പാട്ട് ഞാനും പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഭാസ്കരൻ മാഷയുടെ അതേ ടീം തന്നെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണേന്ദുമുഖിയോട് അമ്പലത്തിൽ വയ്ക്കിച്ച അതിമനോഹരമായ പാട്ടാണ്. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വെച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. ശരിക്കും ആ കാലത്ത് ഞാൻ ശാന്തിക്കാരനായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ക്ലോസ് ആയിട്ടൊരു മനസ്സിൻ്റെ ബന്ധമുണ്ട്. ഒരുപാട് കാര്യങ്ങളാണ് ജയേട്ടനെ പറ്റി ഓർമ്മിക്കാനുള്ളത്. പിന്നീട് ഞാൻ സിനിമാ രംഗത്തേക്ക് വരികയും അക്കാലത്ത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ എൻ്റെ കണ്ടോ കിഴക്കേ നടക്കൽ ഗോപാലന്മാർക്ക് സന്ദേഹം എന്നീ 2 പാട്ടുകൾ എനിക്ക് ഗുരുവായൂരപ്പൻ സോങ്സ് പാടിത്തന്നു. മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. കോഴിക്കോട് വന്നിട്ട് അദ്ദേഹം പാടിത്തന്നു. സാധാരണ എപ്പോഴും തൃശ്ശൂരും മദ്രാസിലാണ് അദ്ദേഹം കാണാറ്. വിളിച്ചപ്പോൾ അദ്ദേഹം കോഴിക്കോട് വന്ന് പാടിത്തന്നു. പിന്നെ എൻ്റെ പാട്ടുകൾ, വിശ്വൻ്റെ എൻ്റെയും പാട്ടുകൾ, എത്ര പാട്ടുകളാണ്. നീയൊരു പുഴയായി, കുറേ പാട്ടുകളുണ്ട്. വട്ടയിൽ പന്തലിട്ട് തൊട്ട് ഞാനിരുന്നു എന്നുള്ള ജോൺസനെ ഞാൻ കൂടി ചെയ്യുന്ന എൻ്റെ പാട്ട്. ജോൺസനെ ബന്ധപ്പെടുമ്പം ജോൺസനെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ ഞാനാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു ജയേട്ടൻ. വളരെ അടുത്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം കാര്യങ്ങളൊക്കെ.